നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂള്ളു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അവകാഡോ ഉയരത്തിൽ പോയാൽ നമുക്ക് കായ എങ്ങനെ പിച്ചും, അതുകൊണ്ട് അതിൻ്റെ തലപ്പ് ഒന്ന് മുറിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ അതിൽ നിന്ന് ശിഖരങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് താഴെ നിന്ന് തന്നെ ഈ അവകാഡോ കായ പറിച്ചെടുക്കാം. ആരോഗ്യസമ്പുഷ്ടമായ ഒരു ഫ്രൂട്ടായ അവകാഡോ നല്ല മോഹവിലയിലാണ് ഇപ്പോൾ വിപണികളിൽ നിന്ന് കടയിൽ നിന്നും മറ്റും വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നാട്ടിൻ പ്രദേശങ്ങളിലെ ഫ്രൂട്ട് കടകളിൽ അവകാഡോ ഒന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ല. നല്ല സൂപ്പർ മാർക്കറ്റിലും നല്ല ഫ്രൂട്ട് കടയിലും മാത്രമേ ഈ അവകാഡോ ഫ്രൂട്ട് വാങ്ങിക്കാൻ കിട്ടത്തുള്ളൂ. കാരണം നല്ല വിലയുള്ളത് കൊണ്ടാണ് സാധാരണ ഫ്രൂട്ട് കടകളിൽ മേടിച്ച് വെച്ചാൽ വിറ്റില്ലെങ്കിൽ അത് നഷ്ടമായി പോകുമെന്ന് വിചാരിച്ച് ആരും വാങ്ങിച്ചു വെക്കത്തില്ല. അവകാഡോ കൃഷി അല്ലെങ്കിൽ വെണ്ണപ്പഴം കൃഷി ചെയ്യാൻ നല്ല കാലാവസ്ഥയാണ് കേരളത്തിൽ. മിക്ക ആൾക്കാരും ഇതിപ്പോൾ കൃഷി നട്ട് പിടിപ്പിക്കുന്നുണ്ട്. ആരോഗ്യത്തിനും ചർമ്മ സൗന്ദര്യത്തിനും ഏറെ അനുയോജ്യമായ വെണ്ണപ്പഴം അതിപോഷകസമൃദ്ധമായ ഫലം കൂടിയാണ്. രോഗികൾ, ഗർഭിണികൾ, കുട്ടികൾ എന്നിവയ്ക്ക് കഴിക്കാവുന്ന ഉത്തമ ആഹാരം കൂടിയാണ്. വിദേശ രാജ്യങ്ങളിൽ പ്രാതൽ, ഉച്ചഭക്ഷണം, സാലാഡ് എന്നിവയിൽ ഇത് ഉൾപ്പെടുത്താറുണ്ട് ധാരാളം. ഏകപൂരിത കൊഴുപ്പാണ് ഇതിലുള്ളത്. വാഴപ്പഴത്തേക്കാൾ 60% കൂടുതൽ പൊട്ടാസ്യം അവകാഡോയിൽ അടങ്ങിയിട്ടുണ്ട്. ജീവകം ബി, ജീവകം ഇ, കെ എന്നിവകൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ വെണ്ണപ്പഴം. ഇതിനു പുറമെ 31/10/2025 ഏറം കാർഷിക വിപണിയിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം വിലയൊന്ന് നോക്കാം. പയർ കിലോ 70, പാവയ്ക്ക കിലോ 70, പടവലം കിലോ 40, കോവയ്ക്ക കിലോ 60, കുമ്പളം കിലോ 35, മത്തൻ കിലോ 30, ചുരയ്ക്ക കിലോ 20, വെള്ളരി കിലോ 25, കത്തിരി കിലോ 40, വെണ്ടയ്ക്ക കിലോ 50, പപ്പയ കിലോ 30, മുളക് 250, കാന്താരി കിലോ 400, പാഷൻ ഫ്രൂട്ട് 70, കുക്കമ്പർ കിലോ 40, മരച്ചീനി അവിടെ വന്ന് 25 രൂപ, വാഴക്കൂമ്പ് ഒരു പീസ് 8, ഇഞ്ചി 1 കിലോ 120, നാളികേരം കിലോ 80, തടിയങ്കായ 15, ചീര ചുവപ്പ് 50, ചീര പച്ച 40, ചേന കിലോ 40 മുതൽ 42, ചേമ്പ് കിലോ 70, കാച്ചിൽ കിലോ 70, കോഴിമുട്ട ഒരു പീസ് 8, ഏത്തൻ കിലോ അവിടെ വന്നിരിക്കുന്നത് 38 മുതൽ 41 രൂപയ്ക്കാണ് പോയിരിക്കുന്നത്. കപ്പക്കുല 50 മുതൽ 60, പൂവൻ കിലോ 30 മുതൽ 50, പാളയൻ 15 മുതൽ 25, റോവസ്റ്റ കിലോ 15 മുതൽ 20, ഞാലിപ്പൂവൻ 40 മുതൽ 60, ഒഴുവുകായ 1280 എന്നിവയാണ് അവിടെ വന്നത്. എന്തായാലും പ്രതികൂല കാലാവസ്ഥയിൽ കർഷകർ ഇത്രയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടുന്ന കർഷകർക്ക് ഒരു ബിഗ് സല്യൂട്ട്. റബ്ബർ കർഷകർക്ക് 200 രൂപ താങ്ങുവില വെച്ചതുപോലെ ഏത്ത കൃഷിക്കാർക്കും 50 രൂപയെങ്കിലും മിനിമം താങ്ങുവില വെക്കണം. എന്നെങ്കിൽ അതൊരു പ്രോത്സാഹനം കൊടുത്തതിൽ മാത്രമേ നമ്മുടെ കൃഷി സമ്പത്ത് യഥാർത്ഥത്തിൽ വികസിപ്പിക്കാൻ പറ്റത്തുള്ളൂ. രൂക്ഷമായ പന്നിശല്യം കാരണം മിക്ക ആൾക്കാരും കൃഷിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നു വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ